എത്തുമ്പോ തന്നെ ആ മണമുണ്ടല്ലോ. बदल रही है रूप जिंदगी छाँव है कभी कभी है धूप जिंदगी. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ എവിടെയാണെന്നറിയോ? സ്വിറ്റ്സർലൻഡ്. അതെ, ഓഫ് കോഴ്സ്. അപ്പോൾ നമ്മുടെ തമ്മിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് വേണമെങ്കിൽ പറയാം. കുറേ നാൾ ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്ത് ഇവിടെ വരെ എത്തി. നമ്മുടെ ചെറുപ്പം തൊട്ട് അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോസിലും അങ്ങനെയൊക്കെ കാണുന്നതാണ്. അതായത് നമ്മുടെ എന്താ പറയുന്നത്, ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ പല വിളിപ്പേരിലും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചില ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ചില സ്ഥലങ്ങളൊക്കെ എന്താ പറയുന്നത്, കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ പറഞ്ഞ് ചില സ്ഥലങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ ഭയങ്കര പച്ചപ്പും ഹരിതാർവയും ഊഷ്മളതയും അങ്ങനെ കുറേ കാര്യങ്ങളും. കാരണം നല്ല രസമാണ്. നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ സ്ഥലങ്ങളുണ്ടാകും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ കുറേ നാളത്തെ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്? ഓരോന്നും ഞങ്ങൾക്ക് എന്തായാലും മാൻഡേറ്ററി ആയിട്ട് കാണേണ്ട എന്താണെന്നൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് അതിനനുസരിച്ച് എവിടെ പോകും, എങ്ങനെ പോകുന്ന ഡേ വൈസ് തിരിച്ച് ഒരു ഫുൾ പ്ലാൻ ഉണ്ടാക്കി. പിന്നെ ബഡ്ജറ്റ് കൂടെ, അതാണ് നമ്മുടെ ഒരു വൺ മോർ ഹൈലൈറ്റ്. അതായത് നമുക്ക് എല്ലാവരെ പോലെ ചാടി കയറിയിട്ട് അങ്ങോട്ട് നോക്കി ബുക്ക് ചെയ്യാനൊന്നും പോകാൻ പറ്റില്ല. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ കുറച്ച് അങ്ങനെയൊക്കെ നോക്കി കണ്ടാണ്. അപ്പോൾ ഒരു 5-6 മാസം കഴിഞ്ഞ ഒരു ജനുവരി തൊട്ട് നോക്കിയിട്ട് ഫ്ലൈറ്റ് ബഡ്ജറ്റ് കുറഞ്ഞ സമയത്ത് നോക്കി ബുക്ക് ചെയ്തു, സ്റ്റേയും കാര്യങ്ങളൊക്കെ അങ്ങനെ. അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് ആഗ്രഹിച്ച സ്ഥലങ്ങളൊക്കെ പോയി കാണണം എന്നാണ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഇത്തിരി എക്സ്പെൻസീവ് ആണല്ലേ ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിനും. ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസൊക്കെ വെച്ച് നോക്കുമ്പോൾ ട്രാവലിനും ഫുഡിനും സ്റ്റേക്കും എല്ലാതും ഒരു പിടിക്ക് എക്സ്പെൻസ് കൂടുതലാണ് ഇവിടെ. എന്നാലും നമ്മൾ നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാണ്. അപ്പോൾ നമ്മൾ ബാക്കി ഇനിയുള്ള കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ സ്വിറ്റ്സർലൻഡിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ പല പല വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളും അവിടെയൊക്കെ പോയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെയും എൻജോയ് ചെയ്യുന്നതിൻ്റെയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുറകെ വരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര ആസ് യൂഷ്വൽ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങി മെട്രോ പിടിച്ച് എയർപോർട്ടിൽ പോവുകയാണ്. ദേ വലിയ സ്യൂക്കേസ് എല്ലാം എടുത്ത് തുള്ളി 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 ജേണി സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ പോകുന്നു. അപ്പോൾ കോപ്പൻഹേഗൻ എയർപോർട്ടിൽ നിന്ന് സൂറിച്ച് എയർപോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. മോർണിംഗ് ഒരു 6-6:15 ആകുമ്പോഴായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. അതാണ് ഈ രാവിലത്തെ സുപ്രഭാതം കണ്ട് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി പറന്ന് പെട്ടെന്ന് അവിടെ എത്തി. ദേ വെൽക്കം ടു സൂറിച്ച്. സൂറിച്ച് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഒരു 2-3 മിനിറ്റ്സ് നടന്നപ്പോഴത്തേക്കും ഒരു അണ്ടർഗ്രൗണ്ടിൽ റെയിൽവേ സ്റ്റേഷൻ കണ്ടു. അതാണ് സൂറിച്ച് എയർപോർട്ടിൻ്റെ റെയിൽവേ സ്റ്റേഷൻ. നിങ്ങൾ ദേ ഈ കാണുന്ന ഞാനും ഈ ട്രെയിനും എല്ലാം അവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. ഞങ്ങളൊരു ട്രെയിന് കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ തൽക്കാലം. ഞങ്ങൾ പോകുന്നത് സൂറിച്ച് HB എന്ന് പറഞ്ഞ സ്റ്റേഷനിലോട്ടാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ സെൻട്രൽ സ്റ്റേഷൻ. അപ്പോൾ ഇവിടുന്ന് ഒരു 5-10 മിനിറ്റ്സ് റൈഡ്, മാക്സിമം ഒരു 15 മിനിറ്റ്സ് ട്രെയിൻ ജേർണിയേ ഉള്ളൂ. ഞങ്ങൾ ഓൾറെഡി ഒരു ഡേ സേവർ പാസ് എടുത്തിരുന്നു. അതുകൊണ്ട് ട്രെയിൻ വന്നപ്പോഴത്തേക്കും ഞങ്ങളങ്ങ് എടുത്ത് ചാടി, ഒന്നും നോക്കാനില്ലല്ലോ. അപ്പോൾ കയറിയിട്ട് ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സീറ്റും തിരഞ്ഞ് നടക്കുന്നതാണ് ഞാനീ കാണുന്നത്. അപ്പോൾ എല്ലാവരെയൊക്കെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഞാനൊരു ഒഴിഞ്ഞ സീറ്റ് നോക്കി സുഖമായിട്ട് അവിടെ ചെന്നിരുന്നു. ഞങ്ങൾക്കൊരു വലിയ സൂക്കേസും കൂടെ കയ്യിലുണ്ട്. കാരണം അവിടെ ഭയങ്കര ഫുഡിനൊക്കെ എക്സ്പെൻസ് ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ക്രോയ്സൻസ് ഒക്കെ മേടിച്ചിട്ട് പോയായിരുന്നു. ബാഗ് ആഡ് ചെയ്യാൻ അത്രയും റേറ്റ് ഇല്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ കയറി ട്രെയിനിനകത്തിരുന്നു. അധികം പാസഞ്ചേഴ്സൊന്നുമില്ല, അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടുന്ന് ഒരു 15 മിനിറ്റ്സ് ട്രാവലല്ലേ ഉള്ളൂ. പക്ഷേ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് മൊത്തം. കാരണം സൂറിച്ച് ട്രെയിൻസ് ആണല്ലോ, അതിൻ്റെ ജേർണിയും അതിൻ്റെ കാഴ്ചകളും ഏറ്റവും മനോഹരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ ഇത്തിരി തുള്ളിച്ചാടി എൻജോയ് ചെയ്ത് ഒരു എക്സൈറ്റ്മെൻറ്റിൽ എല്ലാം നോക്കി പെറുക്കി ഇരിക്കുമായിരുന്നു. ഒരു 15 മിനിറ്റ് ആയപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾ മെയിൻ സ്റ്റേഷനിലെത്തി കേട്ടോ. ഈ ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ്സും ഉണ്ട്, ഫസ്റ്റ് ക്ലാസ്സും ഉണ്ട്. നമ്മൾ എടുത്തിരുന്നത് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റാണ്. അതാണ് ഈ S2 എന്ന് പറഞ്ഞ് എഴുതി നിങ്ങൾ കണ്ടത് ആ ബോർഡിൽ. ഈ ഡേ സേവർ പാസ് കുറച്ച് നേരത്തെ എടുത്തത് കാരണം നമുക്ക് കുറച്ച് ബെറ്റർ ഓഫറിലൊക്കെയാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഒന്നും മൈൻഡാക്കാണ്ട് വായോ പോവാം എന്നും പറഞ്ഞ് ഞങ്ങൾ തുള്ളിച്ചാടിപ്പോകും. ഇവിടുത്തെയും സൈൻ ബോർഡും എല്ലാം നോക്കി ഞങ്ങൾ ഈ ചോദിച്ച് പോകുന്നത് സൂറിച്ച് HB സ്റ്റേഷനിലെ ലഗേജ് സ്റ്റോറിലേക്കാണ്.
നമുക്കൊരു വലിയ സൂക്കേസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതെവിടെയെങ്കിലും വെച്ചിട്ട് വേണ്ടേ നമുക്കിനി കറങ്ങാൻ പോവാൻ. ഇവിടുന്ന് സൂരജ് HPന്ന് അടുത്തൊരു സ്റ്റോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഈ ലഗേജ് സ്റ്റോറിൽ നമ്മൾ ഞങ്ങളുടെ കണ്ടോ ഞങ്ങളുടെ ലഗേജ് വെച്ചിരിക്കുന്ന വലിയ സൂക്കേസും വലിയ ബാഗ്സും എല്ലാം അതിനകത്ത് വെച്ചിരിക്കുന്ന 9 CHF ആണ് ഞങ്ങളിതിന് പേയ്മെൻറ്റ് കൊടുത്തത്. ഫസ്റ്റ് പേയ്മെൻറ്റ് കൊടുത്തെടുക്കുന്നു, ലഗേജ് വയ്ക്കുന്നു, അടയ്ക്കുന്നു, പോരുന്നു. അതാണ് നിങ്ങൾ കണ്ടത്. അപ്പം നമ്മൾ അടുത്ത ട്രെയിൻ പിടിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പോകണം. ഇപ്പം ഞാനത് പറയില്ല, ബാക്കി എൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾ കണ്ടോ. അപ്പോൾ തുള്ളിക്കളിച്ച് നമ്മൾ ഈ പോകുന്നത് സ്വിറ്റ്സർലൻഡിലെത്തിയിട്ട് ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ലിൻഡിറ്റ് ഹോം ഓഫ് ചോക്ലേറ്റ്, നമ്മുടെ ശില്പാജിയുടെ ഫേവറേറ്റ് പ്ലേസ്. അപ്പോൾ അതിലോട്ട് നമ്മൾ മൂളിപ്പാട്ടൊക്കെ പാടി പൂക്കളെയൊക്കെ തലോടിക്കൊണ്ട് തുള്ളിച്ചാടി പോവുകയാണ്. എന്താ സന്തോഷം, ശില്പാജിയുടെ മുഖത്തെ ആ സന്തോഷം കാണണമായിരുന്നു. ലൈഫിൽ വേറെ എന്ത് കൊടുക്കാമെന്ന് പറഞ്ഞാലും കാണാത്തത്ര സന്തോഷം ആ മുഖത്തുണ്ടായിരുന്നു. പാട്ടൊക്കെ പാടി ചുറ്റും പുറമൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ അങ്ങനെ നടന്നുപോയി. ഇന്നെൻ്റെ മൊത്തം ചിരി കണ്ടോ. നമ്മൾ കാണുമ്പോൾ സാധാരണമായൊരു ബിൽഡിംഗ് ആണ് ഇത്, പക്ഷെ നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് ഓൾറെഡി കണ്ടല്ലേ. പക്ഷേ പോയി ലിൻഡിറ്റ് ഹോം ഓഫ് ചോക്ലേറ്റ്. ഇവിടെ തന്നെ മണം വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, എൻ്റെ ജീവിതം സഫലമായിരിക്കുന്നു. അന്ത്യാഭിലാഷം എന്നൊന്നും പറയുന്നില്ല, ആദ്യാഭിലാഷം എന്തെങ്കിലും ഒരു ഭാഷ. അതന്നെ ഞാൻ എക്സൈറ്റ്മെൻറ്റ് കാരണം എനിക്കറിയില്ല എന്താ പറയേണ്ടത്. ഇത് സത്യം പറഞ്ഞിട്ടില്ല, എനിക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇത് കാണുമ്പോൾ I don't have words to say എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ. നമുക്കിനി പോയി ഉള്ളിൽ മ്യൂസിയത്തിൽ എന്താണെന്ന് കാണാം, ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം, കുറേ ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാം ലൈവായിട്ട്. കമ നമുക്കൊരു സ്ഥലം വരെ പോയാലോ. മൈ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ. ഇവൻ പോയി റൊണാൾഡോനൊക്കെ കണ്ട പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം കാണിച്ചു തരാം. അങ്ങനെ കയറി എൻ്റെ ഫൗണ്ടെയിൻ. പാജി ഇങ്ങനെ വായും പൊളിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ നടക്കുന്നത് ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് സ്വിറ്റ്സർലൻഡിൽ ലിൻഡിറ്റിൻ്റെ ഹോം ഓഫ് ചോക്ലേറ്റ് കാണുക എന്നുള്ളതാണ് ശില്പാജിയുടെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വായും പൊളിച്ച് തുള്ളിച്ചാടി പോകുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് നമുക്ക് അന്നേരം ഏകദേശം 15 CHF ആണ് പെർ പേഴ്സൺ ആയിട്ടുണ്ടായിരുന്നത്. കൊള്ളാലോ. ഞങ്ങളങ്ങനെ മ്യൂസിയത്തിലെത്തി. മ്യൂസിയത്തിൽ ജസ്റ്റ് കയറി വരുന്നവിടെ ഞങ്ങൾക്കൊരു ഓഡിയോ ഗൈഡ് കിട്ടി. നോക്കിയപ്പോൾ ഒന്നും മനസ്സിലായില്ല, പക്ഷേ ഇതേപോലെ കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വൈഫൈ എനേബിൾഡും ആണ്. നമ്മൾ ഇത് വെച്ചിങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ ഇതിൽ കേൾക്കാം. അതിനെക്കുറിച്ച് മീൻസ് ഇൻഫ്രാസ്ട്രക്ചർ ആർക്കിടെക്ചർ ഇവിടെ എങ്ങനെയാണ് ഇതൊക്കെ പണിതെടുത്ത് അതിനെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. പോവാം. ചോക്ലേറ്റ്. വെൽക്കം. ഇത് മാങ്ങയല്ലേ? അതിൻ്റെ ഉള്ളിൽ മാങ്ങയാണല്ലോ. മാങ്ങ പോലെയാണ് ഇരിക്കണം കൊക്കോ. ഇത് വാഴയല്ലേ? പഴുത്ത കൊക്കോന്നാക്കി പൊട്ടിക്കും എന്നാണ് അവർ പറഞ്ഞത്. നെസ്ലെ ടോബ്ലറോൺ, ലിൻഡോർ, എൻ്റെ ഡയറി മിൽക്ക് അവിടെ.
ഇവിടെ മൊത്തം സന്തോഷം കണ്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചോക്ലേറ്റ് മ്യൂസിയത്തിൽ വന്നിട്ട് ഏറ്റവും പ്രിയപ്പെട്ട ഏരിയ ആണിത്. അതായത് ചോക്ലേറ്റ് ഇവിടെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ലിൻഡിറ്റിൻ്റെ എല്ലാ ടൈപ്പ് ഓഫ് ഫ്ലേവേഴ്സിലുള്ള ചോക്ലേറ്റും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ബേസിൽ ഇപ്പോൾ ഒരറ്റത്തുനിന്ന് തുടങ്ങുന്നതാണ് നമുക്ക് കാണുന്നത്. ഏതാന്നൊക്കെ നോക്കിയിട്ടൊക്കെ കഴിക്കണം കേട്ടോ. അങ്ങനെയൊന്നുമില്ല, എല്ലാം കഴിക്കും. യെസ്, ഞാൻ നോക്കാം എങ്ങനെയുണ്ട്. കിടു ഞാൻ നോക്കുമ്പോൾ ശില്പത എല്ലാതും ഓടി നടന്ന് കഴിക്കുന്നു. എങ്ങനെയുണ്ട്? ഞാനും ചോക്ലേറ്റ് എടുത്ത് കഴിച്ചു നോക്കണം. ഒരു രക്ഷയില്ല. പ്യൂർ ഫ്ലേവർ ചോക്ലേറ്റിൻ്റെ അതേ ടേസ്റ്റ്. 3 ഫൗണ്ടെയിൻസ് ഇവിടെ കാണുന്നുണ്ട്. ഇത് മിൽക്ക് ചോക്ലേറ്റ്, നടുക്കുള്ളത് ഇത് വൈറ്റ് ചോക്ലേറ്റ്, നടുക്കുള്ളത് മിൽക്ക് ചോക്ലേറ്റ്, അറ്റത്തുള്ളത് ഡാർക്ക് ചോക്ലേറ്റ്. നമ്മൾ 3 ടേസ്റ്റ് നോക്കി. അത് ഇഷ്ടപ്പെട്ടെ? ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ഇതൊന്നുമില്ല. അപ്പം നമ്മുടെ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് ഇവിടെ നിന്ന് കഴിക്കുക, റെസ്റ്റ് എടുക്കുക, പിന്നെയും വന്ന് കഴിക്കുക, റെസ്റ്റ് എടുക്കുക. ഞാനും എടുത്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കഴിച്ച് നോക്കുന്നുണ്ട്. കാരണം ഒത്തിരി കഴിച്ചാൽ നമ്മൾ പട്ടമാവും. ശില്പൻ ഞാനിവിടെ അഴിഞ്ഞാടാൻ വിട്ടൊക്കെയാണ്. പോവുക, എടുക്കുക, കഴിക്കുക, പോവുക, എടുക്കുക, കഴിക്കുക. ഇപ്പം നല്ല തിരക്കായി. അത്യാവശ്യം നല്ല റഷുള്ള ടൈമിലാണ് വന്നതെന്ന്. ചോക്ലേറ്റ് കഴിച്ചതിന് ശേഷം അടുത്ത് ചോക്ലേറ്റിൻ്റെ മേക്കിംഗ് കാണിക്കുന്ന പോലെയുണ്ട്. അതെങ്ങനെ മെഷീൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങി ഇതിനകത്തൂടെ കയറി ഇവിടെ വരും, വൈറ്റ് ആവും. അതിൽ എന്താ പറയുന്നത്, വര വരും. വരയുടെ മേളിൽ വരുമ്പോൾ ഒരു ബദാം വെക്കും. ബദാമല്ലല്ലോ, അതന്നെ ബദാം തന്നെ. അത് സെറ്റാവും. 2 ലെയർ പോലെയാവും. അവസാനത്തെ അതെല്ലാം കൂടെ നിരത്തി വെക്കും. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ് പീസായിട്ടാണ്. ഇത്ര നേരം നമ്മൾ ചോക്ലേറ്റ് അങ്ങനെ ഒഴുകി വരുന്ന പോലെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഇവിടെ സെൻസറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴെ കൈ കൊണ്ട് വെക്കുവാണെങ്കിൽ കണ്ടോ ചോക്ലേറ്റ് നമുക്ക് അങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എന്തോരം വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് ചോക്ലേറ്റ് എടുക്കാം. അങ്ങനത്തെ പല ഫ്ലേവറിൽ ഐ തിങ്ക് 8ഓളം ഡിഫറെൻറ്റ് ഫ്ലേവറായിട്ടുള്ള ചോക്ലേറ്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. കുറേ ഡെക്കറേഷനൊക്കെ ആയിട്ട് തേങ്ങ, ഇഞ്ചി, ഡെക്കറേഷൻ അല്ല, ഇതൊക്കെ ഇതിൻ്റെ ഫ്ലേവറാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഓരോ ഫ്ലേവറിലുള്ള ചോക്ലേറ്റ് ആയിരിക്കും നമുക്ക് ഇതിനകത്തൂടെ കിട്ടുക. അങ്ങനെ ഇവിടെയും കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി അങ്ങനെയൊക്കെ. നമുക്കപ്പോൾ ഓരോ ചോക്ലേറ്റ് 1 by 1 ആയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ റെഡാണ് കിട്ടുന്നത്. നമ്മൾ ഗ്രീൻ വരുമ്പോൾ നമ്മൾ കൈ വെച്ച് നോക്കുന്നു. നമുക്കും കിട്ടി ചോക്ലേറ്റ്. അടുത്ത ഫ്ലേവറിലോട്ട് പോകാം. ടൈം എടുക്കും, ക്ഷമ വേണം. നമ്മൾ 2 ചോക്ലേറ്റ് നേടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 4 ചോക്ലേറ്റിൻ്റെ ഈ 4 ഫ്ലേവേഴ്സ് എടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ചോക്ലേറ്റൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് മത്ത് പിടിച്ച് മനോന്മത്തനായ ശില്പ സുരേഷത്തെ കറങ്ങി തിരിഞ്ഞിടക്കുകയാണ്. അങ്ങനെ നമ്മൾ പിന്നെ വന്നേക്കുന്നത് ഒരു മ്യൂസിയം പോലെ. നല്ല ഭംഗിയുണ്ട്. മ്യൂസിക് സൗണ്ട്സ്, വാവ് സൂപ്പർ. ഇവിടെ വേറെ സൗണ്ട് മറ്റേ കൽക്കത്ത ന്യൂസ് ഫിലിമിനകത്ത് കണ്ടിട്ടില്ലേ, ഇങ്ങനെ കൈ വെച്ച് കഴിയുമ്പോൾ നീ വെച്ച അവസാനം പൊട്ടിത്തെറിക്കും. ഇവിടെയുള്ള പല ഫോട്ടോ ഫ്രെയിംസ് ഓരോരുത്തരും ഇതിൽ ഓരോന്ന് ചൂസ് ചെയ്തിട്ട് ഇതേ ഈ കാണുന്ന ഇതിനകത്ത് കയറി ഇരുന്നിട്ട് ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തതിന് ശേഷം അതിങ്ങനെ നമ്മുടെ വാളിലിങ്ങനെ പ്രിൻ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്തു. അതിൽ ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഏത് ഫ്രെയിമാണ് വേണ്ടത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 10 സെക്കൻഡ് സമയമാണുള്ളത്. ആ സമയത്തിനുള്ളിൽ നമ്മൾ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്കതൊരു QR കോഡ് വരും. ആ QR കോഡ് സ്കാൻ ചെയ്താലും ഫോട്ടോ കിട്ടും. നമുക്ക് മെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും ഫോട്ടോ വരും. പിന്നെ നമുക്ക് ഈ വാളിലോട്ട് ഫോട്ടോ സെൻഡ് ചെയ്യണമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമ്മൾ വാളിലോട്ട് ഫോട്ടോ സെൻഡ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ ഫോട്ടോയും അയ്യോ പോയി. അപ്പോൾ വേറെ എവിടെയും വരും. യെസ്, അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ നമ്മുടെ ഫോട്ടോ വന്നിട്ടുണ്ട് ഗൈസ്. അതിങ്ങനെ മാറി കളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വാളിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ ഇങ്ങനെ ചേഞ്ച് ആയി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ വേൾഡ് ഫേമസ് ചോക്ലേറ്റിൻ്റെ ലിൻഡിറ്റ് ഹോം ഓഫ് ചോക്ലേറ്റിൻ്റെ മ്യൂസിയത്തിൻ്റെ വാളിൽ യെസ് നമ്മുടെ ഫോട്ടോയും വന്നിട്ടുണ്ട്.
യെസ്, നമ്മൾ എവിടെ പോയി? നമ്മൾ അങ്ങോട്ട് തട്ടിയോ? ആ അതെ, വലുതായിട്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മുടെ മ്യൂസിയം വിസിറ്റിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ് എന്ത്, നമ്മൾ ചോക്ലേറ്റ്. നമുക്ക് ഓരോ ഇൻഡിവിജ്വലിനും ഓരോന്നെടുക്കാം, കൊണ്ടുപോകാം. ഒന്നിൽ കൂടുതൽ എടുക്കരുത് എന്നാണ് അവർ പറയാറ് കേട്ടോ. അതിൻ്റെ ഓരോന്നിൻ്റെ ഫ്ലേവറും കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും. ലിൻഡോർ മിൽക്ക് ലിൻഡോർ ചോക്ലേറ്റ്. യെസ്. ചോക്ലേറ്റ് മ്യൂസിയം കണ്ടിറങ്ങിയത് ചോക്ലേറ്റ് തിന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശില്പാജി. അപ്പോൾ നമ്മൾ കണ്ടിറങ്ങി. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഓവറോൾ വ്യൂ കാണുവാണെങ്കിൽ നമ്മൾ കയറി വന്നപ്പോൾ തന്നെ കണ്ട നമ്മുടെ ചോക്ലേറ്റ് ഫൗണ്ടൻ, വേൾഡിലെ ഏറ്റവും വലിയ ചോക്ലേറ്റ് ഫൗണ്ടൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ദ ലാർജസ്റ്റ് ചോക്ലേറ്റ് ഫൗണ്ടൻ ഇൻ ദ വേൾഡ്. അതാണ് നമ്മൾ ഈ കാണുന്നത്. കൈ വെച്ചോ, എടുക്കണം. സോ എങ്ങനെയുണ്ടായിരുന്നു ഹോം ഓഫ് ചോക്ലേറ്റിലെ എക്സ്പീരിയൻസ്? വണ്ടർഫുൾ. ഞാൻ മറക്കില്ല ഇത്രയും ചോക്ലേറ്റ് ഒരുമിച്ച് അത് അൺലിമിറ്റഡ് ആയിട്ട് കഴിച്ച എക്സ്പീരിയൻസ്. സോ എന്തായാലും വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നമ്മൾ കയറിയ ലിൻഡിറ്റിൻ്റെ ഷോപ്പിലാണ്. എൻ്റെ മോനെ കണ്ണ് തള്ളിപ്പോകുന്ന പോലെ എന്തൊക്കെ ഫ്ലേവറിലുള്ള സാധനങ്ങളാണ്, പല ഷേപ്പിൽ പല കളറിൽ. അത് നമുക്ക് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ മേടിച്ചിട്ട് വരാം. ചോക്ലേറ്റുകൾ ചോക്ലേറ്റ് ഫൗണ്ടൻ വരെ. ഒരുപാട് പ്രൊഡക്റ്റുകൾ. ഹലോ ഗൈസ്, അപ്പോൾ ദേ നമ്മൾ നിൽക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ സ്വിറ്റ്സർലൻഡിലെന്നല്ല വേൾഡ് ഫേമസ് ആയിട്ടുള്ള ലിൻഡിറ്റ് ചോക്ലേറ്റിൻ്റെ, അത് തന്നെ സ്വിറ്റ്സർലാൻഡിൻ്റെ അതിൻ്റെ മ്യൂസിയത്തിലാണ്. അപ്പോൾ ഇവിടെ ലിൻഡിറ്റ് അങ്ങനെ എങ്ങനെ വേണേലും പറയാം, പക്ഷേ ലിൻഡിറ്റ് എന്നാണ് മൊത്തത്തിൽ വായിക്കുന്നത്. അപ്പോൾ നമ്മളത് വന്ന് മ്യൂസിയമാണ് ഇത്. അപ്പോൾ മൊത്തം അത് എക്സ്പ്ലോർ ചെയ്തു എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഓരോരോ പ്രോസസ്സും കാര്യങ്ങളൊക്കെ. അതിൻ്റെ മെയിൻ എന്താണെന്ന് വെച്ചാൽ ഇടുക്കിയിൽ മറ്റേ കൊക്കോയും കൊക്കോക്കായൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ചെറിയ വീട്ടിലെ നാട്ടിൻപുറത്ത് ഇതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശില്പമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കത് കുറച്ച് എന്താ പറയുക ഒരു നൊസ്റ്റ് ഫീലിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ ചോക്ലേറ്റ് ടേസ്റ്റിംഗ് ആയിരുന്നു, അത് ഇവിടുന്ന് പറയും. അതാണ് ഇമ്പോർട്ടൻ്റ് നമുക്ക് പറയാനുള്ളത്. ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ വീട്ടിലിരുന്ന് വിക്കിപീഡിയ വായിക്കാം, പക്ഷേ വിധവിധമായിട്ടുള്ള ചോക്ലേറ്റ് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. അതും ലിക്വിഡ് ചോക്ലേറ്റ്സ് ഇപ്പോൾ മിൽക്ക് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ അൺലിമിറ്റഡ് ആയിട്ട് കഴിച്ചു. മതി എന്ന് തോന്നുന്നത് വരെ കഴിച്ചു. സോ ഹാപ്പി. അപ്പോൾ നമ്മൾ ഇത് മൊത്തം ഒരു 2 hour കൊണ്ട് മൊത്തം എക്സ്പ്ലോർ ചെയ്ത് നമ്മളവിടുന്ന് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു. കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ഇനി 6 മാസം കഴിഞ്ഞ് നാട്ടിൽ പോകുള്ളൂ. അന്നേരം അവിടം വരെ എത്തുമെന്നറിയില്ല. അപ്പം നമ്മൾ പറ്റുവാണ് അതുവരെ ഇരിക്കുന്നുണ്ടെങ്കിൽ നാട്ടിൽ കൊണ്ടുപോയി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് സ്പോട്ടിലോട്ട് ബൈ ബൈ. സ്വിറ്റ്സർലൻഡിൽ നമ്മൾ വന്നിട്ടിപ്പോൾ ലിൻഡിറ്റ് ഹോം ഓഫ് ചോക്ലേറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുന്നതാണ്. പക്ഷേ പോകുന്ന വഴിയിലെ കാഴ്ച കാണുമ്പോൾ ഒന്ന് നോക്കി, ശരിക്കും എനിക്ക് കേരളത്തിലെ നാട്ടിൽ കൂടെ നടക്കുന്ന അതേ ഫീലാണ്. അതേപോലെ കുറേ മരങ്ങൾ, പച്ചപ്പ്, ഹരിതാർവ്.
ശരിക്കും നാട്ടിലൊരു ഫീൽ. ഇപ്പോൾ ഈ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഈ സൈഡിലോട്ട് നോക്കിയാൽ ചെറിയ ഡിഫറൻസ് തോന്നുന്നല്ലാണ്ട് ഇപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ റോഡും ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടുള്ളൊരു വ്യൂ നോക്കിയാൽ നാട്ടിലാന്നേ പറയത്തുള്ളൂ. നമുക്ക് ലുസേൺ പോവാം. ലുസേൺ ഇന്റർലേക്കൺ പോവാം. അത് നല്ല ട്രെയിൻ റൂട്ടാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഒന്നാമത്തെ ദിവസത്തിൻ്റെ ഹാഫ് ഡേ അല്ല, ഒരു ഈവനിങ് വരെ ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ലിൻഡിറ്റ് കവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൂറിച്ചിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് സൂറിച്ച് സെൻട്രൽ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്, വലിയ സ്റ്റേഷനാണ്. 34ഓളം പ്ലാറ്റ്ഫോമുകൾ തന്നെ നമുക്ക് 44 അത്രയും പ്ലാറ്റ്ഫോമുകൾ തന്നെ നമുക്ക് ഇവിടെ നിന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 7ാമത്തെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ട്രെയിൻ നമ്മൾ വെയിറ്റ് ചെയ്യാൻ നിൽക്കാൻ പോകട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്നത് നേരെ ഇൻ്റർലേക്കലിലോട്ടാണ്. ഇൻ്റർലേക്കൺ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ടും ഇനിയുള്ള ട്രിപ്പിൽ കവർ ചെയ്യാൻ പോകുന്ന ഇൻ്റർലേക്കണും ലൂട്ടർബോണും പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വില്ലേജസ് ഏരിയാസ് ഉണ്ട്. ഗ്രിൻഡൽവാൾഡ്, പിന്നെ മുറൈൻബർഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റർലേക്കലോട്ട് പോകുന്ന വഴി ലുസേണിൽ ഇറങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ലുസേണിൽ നിന്ന് ഗോൾഡൻ പാസ് എന്ന് പറയുന്നൊരു റൂട്ട് വഴി, അതായത് റൂട്ട് എന്ന് വെച്ചാൽ അവിടുന്ന് വേറൊരു ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഒരു പനോരമിക് വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ 3 ദിവസത്തെ ബെർണർ ഒബർലൻഡ് പാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാസ്സിൽ ആ റൂട്ടിൽ ഫ്രീ ആണ് ട്രാവൽ. അപ്പോൾ അങ്ങനെ പോകാനുള്ള പ്ലാനാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മളിപ്പോൾ ലുസേണിലാണ് ഗൈസ്. ലുസേൺ വെൽക്കം ലുസേൺ. അപ്പോൾ നമ്മൾ ലുസേൺ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ചാപ്പൽ ബ്രിഡ്ജിലോട്ട് പോവാം. നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് അത്യാവശ്യം ദൂരത്തിലായിരുന്നു, നമ്മൾ സെപ്പറേറ്റ് വേറെയും ബസ്സോ ട്രെയിനോ ട്രാമോ എന്തെങ്കിലും പിടിച്ച് പോകണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്, 300 മീറ്ററാണ് കാണിക്കുന്നത്. ശരിക്കും നമുക്ക് നോക്കി കാണാവുന്ന ദൂരത്തിലാണ് റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ ചാപ്പൽ ബ്രിഡ്ജും വരുന്നത്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഏരിയ ആണ്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടിയും വലിച്ചുകൊണ്ടാണ് പോകുന്നത്. യെസ്, ഓൾഡസ്റ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്ന പോലത്തെ ചാപ്പൽ ബ്രിഡ്ജ്. സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരാണ്. എവിടെ നോക്കിയാലും ഹിന്ദിയും തമിഴ് മലയാളം. ഇതേ നമ്മൾ ചാപ്പൽ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് എത്തുന്ന ഗൈസ്. മറൈൻ ഡ്രൈവ് ഇവിടെ നടക്കുന്ന പോലെ ഉണ്ട് എറണാകുളത്ത്. സൈഡിൽ ഇതേ കായൽ, ഇത് സൈഡിൽ ചാപ്പൽ ബ്രിഡ്ജാണേ ഉള്ളൂ. നമ്മളത് ചാപ്പൽ ബ്രിഡ്ജിലെത്തി. നമ്മുടെ പുറകിലുള്ളതാണ് ചാപ്പൽ ബ്രിഡ്ജ്. അപ്പോൾ നേരെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒളിഞ്ഞു നോക്കുന്നത് നമ്മുടെ ശില്പാജി. നമ്മൾ നടന്നു വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന ലുസേൺ ബ്രിഡ്ജും അതുപോലെ തന്നെ ഇത് ശരിക്കും ലുസേൺ ലേക്കാന്നാണ് പറയുന്നത്. ലുസേൺ സിറ്റിയാണ് കാണുന്നത്. സെൻട്രൽ സ്റ്റേഷനും അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ വഴിയാണ് പോകാനുള്ളത്. അങ്ങനെ ലുസേണിനോട് വിട പറഞ്ഞ് നമ്മൾ ഇൻ്റർലേക്കണിലേക്കുള്ള ഗോൾഡൻ പാസ് ട്രെയിൻ പിടിച്ചു. ഞങ്ങൾ നല്ലൊരു റൈറ്റ് സൈഡ് സീറ്റൊക്കെ നോക്കിയിരുന്ന് അടിപൊളിയായിട്ട് കാഴ്ചകൾ കണ്ട് പോകാൻ തുടങ്ങി. ശരിക്കും സ്വിറ്റ്സർലാൻഡിൻ്റെ ഗ്രീനറിയും ബ്യൂട്ടിയും ലേക്സിൻ്റെ ഭംഗിയും എല്ലാം ഞങ്ങൾ ഈ ഒരു ട്രെയിനിൽ നിന്നാണ് കണ്ടാസ്വദിക്കാൻ തുടങ്ങിയത്.
എപ്പോഴും ഇൻ്റർലേക്കണും ആ ഒരു ഏരിയ ഒരു ഹിൽ ഏരിയ ആയതുകൊണ്ട് ചെറിയ ചെറിയ ക്ലൈമ്പിങ്ങും ഈ ട്രെയിൻ ഇങ്ങനെ വലിഞ്ഞ് കയറുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. കണ്ടോ? ഈ ഒരു ട്രെയിൻ ക്ലൈമ്പിങ്ങിൽ ഏറ്റവും മനോഹരം പറഞ്ഞാൽ ഈ കുഞ്ഞു കുഞ്ഞു സ്വിസ് വീടുകളാണ്. എന്തൊരു ചെറിയ വീടുകൾ, കുഞ്ഞി ലൈഫ് സ്റ്റൈൽ, സിമ്പിൾ ലൈഫ് സ്റ്റൈൽ. പക്ഷെ അത്ഭുതപ്പെട്ടു എങ്ങനെ ഇവർക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നു മലയോര പ്രദേശത്ത് എന്നൊക്കെ. എനിക്കങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ, പക്ഷെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ആ ഒരു കാഴ്ച കണ്ട് മാറുമ്പോഴേക്കും ദേ വരുന്ന ഒരു പച്ച കളറിലേക്ക്, ആഹാ, ടർക്കോയ്സ് ഗ്രീൻ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അതൊട്ടും എക്സ്പെക്റ്റഡും ആയിരുന്നില്ല. നല്ല ഭംഗി. ആ ഒരു പച്ചപ്പിൻ്റെ ഇടയിൽ ലൈറ്റ് പച്ചയിലൊരു വേറൊരു ലേക്ക് കാണാൻ എന്തൊരു രസമാണെന്ന് നോക്കി. സ്വിസ് ഷാലോ വീടുകൾ കണ്ടിരിക്കെ ഞങ്ങൾ വിചാരിച്ചു ട്രെയിനിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണാം. അങ്ങനെ ഉള്ളിൽ കൂടെ നടന്നപ്പോഴാണ് ഇതേ ഒരു കമ്പാർട്ട്മെൻറ്റ് നിറച്ച് ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് അവർ തട്ടിക്കൂട്ടിയേക്കുന്നത് കണ്ട് ഞങ്ങൾ ചുമ്മാ ട്രെയിനിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ചുമ്മാ ഒന്ന് നടന്നു വന്നിരുന്നു. കുറച്ച് നിരപ്പിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി തുടങ്ങി ഞങ്ങൾ ഓൾമോസ്റ്റ് എത്താറായിരുന്നു. പിന്നെ സ്റ്റേഷൻസ് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. ബേൺ എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ എക്സ്പെക്റ്റഡ് ആയിരുന്നു ഇൻ്റർലേക്കൺ എത്താറായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഉണ്ട് ട്രെയിൻ പോകുന്ന അതേ സൈഡിൽ കൂടി ഒരു കുഞ്ഞി ലേക്ക് പോകുന്നുണ്ട്. അതെങ്ങോട്ടാണോ എന്തോ എന്ന് നോക്കിയിരിക്കുമ്പോഴാണ് ഇതേ ഒരു വലിയ ലേക്ക് വന്നത്. നമ്മൾ ഈ കണ്ടു തുടങ്ങുന്നതാണ് ലേക്ക് ബ്രിൻസ്. ഇൻ്റർലേക്ക് എന്ന് പറയുന്നത് തന്നെ ലേക്ക് ബ്രിൻസിൻ്റെയും ലേക്ക് തൂണിൻ്റെയും രണ്ടിൻ്റെയും ഒരു ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു പ്രദേശമാണ് ഇൻ്റർലേക്കൺ. ഇൻ്റർലേക്കൺ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വെച്ച് പിടിച്ചു യൂത്ത് ഹോസ്റ്റലിലേക്ക്. ബിക്കോസ് സ്റ്റേഷൻ്റെ വളരെ അടുത്താണ് യൂത്ത് ഹോസ്റ്റലുള്ളത്. അപ്പോൾ നമ്മൾ നേരെ വന്ന് ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങൾക്ക് റൂം കീ മേടിച്ച് ഞങ്ങൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി. അപ്പോൾ ദേ നമ്മൾ ഇൻ്റർലേക്കണിലെത്തി. ഇൻ്റർലേക്കണിൽ നമ്മൾ വന്നിറങ്ങിയ ഇൻ്റർലേക്കൺ OST എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ് ദേ നമ്മുടെ നേരെ അവിടെ കാണുന്നത്. അതിന് തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്ന നമ്മുടെ ഹോട്ടൽ. യൂത്ത് ഹോട്ടൽ എന്ന് പറയപ്പെടുന്ന ഇതാണ്. ഇവിടെ യൂത്ത് ഹോസ്റ്റൽ എന്നാണ് പറയുന്നത്, യൂത്ത് ഹോസ്റ്റൽ. അപ്പോൾ ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നിൽക്കാൻ പറ്റുന്നതാണ്. റൂംസ് ആയിട്ടും അതുപോലെ ഡോർമെറ്ററി ആയിട്ടും സിംഗിൾ റൂംസ് ആയിട്ടൊക്കെ എടുക്കാൻ പറ്റും. റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിത് നോക്കുവാണെങ്കിൽ ഇവിടെ കഥാനായിക രാത്രി 9 മണിക്ക് സ്വിറ്റ്സർലൻഡിൽ ഇൻ്റർലേക്കണിൽ വന്നിട്ട് ഐസ്ക്രീമും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെൻമാർക്കിലൊന്നും ഐസ്ക്രീം കിട്ടാത്തതുകൊണ്ടാണെന്നാണെന്ന് അറിയില്ല. ഇവിടെ വന്ന് ഉടനെ ഐസ്ക്രീം കഴിക്കണം എന്നാണ് അത് തന്നെ. പക്ഷേ തണുപ്പത്ത് സ്വിറ്റ്സർലൻഡിലെ തണുപ്പത്തിരുന്ന് ഐസ്ക്രീം കഴിക്കണം എന്ന് ആഗ്രഹം. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 20 ഡിഗ്രിയാണ്. ഡെൻമാർക്കിൻ്റെ എപ്പോഴും 10-12 നിന്നിട്ട് ഇവിടെ വന്നപ്പോൾ 20 ഡിഗ്രി. കാരണം ഇവിടെ ചൂടാണ്. കാരണം ദേ കോട്ടും ജാക്കറ്റൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ ദേ ഇവിടെ ഇരുന്നിട്ട് ദേ എങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നു. നിന്ന് ഫുഡ് കഴിക്കാൻ നമ്മൾ യൂത്ത് ഹോസ്റ്റലിലാണ് ഇവിടെയൊക്കെ വന്നിട്ട് ആരെങ്കിലും സ്റ്റേ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലാൽക്കില. അത് നാട്ടിലും അവിടെയും കേട്ടിട്ടുണ്ട്. നമ്മുടെ ദാബ പഞ്ചാബി അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, അത്യാവശ്യം നല്ല റേസ്റ്റാണ്. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ രീതിയിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അറിയാലോ അത്രയും പ്രൈസും കാര്യങ്ങളും ഉണ്ടാവും. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് അവിടെയായിട്ടും 2 ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ കാണാൻ പറ്റും. ഒരു ഏഷ്യൻ റെസ്റ്റോറൻറ്റും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റും. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ കൂപ്പ്, അങ്ങനെ ഒരുപാട് എന്താ പറയുക സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ടൊരു ബർഗറും ഫുഡൊക്കെ കഴിച്ചിട്ട് അതേ തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പോകാനുള്ള പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം എന്ന് പറയാനില്ല, ഒരു ഡോർമെറ്ററി സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ അതിലോട്ട് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ വാഷ് ബേസിനും ഒരു കുഞ്ഞ് കബോർഡും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ മെയിനായിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ സേഫ്റ്റി ആയിട്ട് നമുക്ക് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലോക്കർ റൂമുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാം. നമ്മുടെ ഡോർ തുറക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ചിപ്പ് വെച്ചിട്ട് വേണം ഇത് തുറക്കാനും ക്ലോസ് ചെയ്യാനൊക്കെ. അപ്പോൾ നമ്മുടെ ലഗേജും ബാഗും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ സേഫ്റ്റി ആയിട്ട് വെക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ റൂമിലുള്ളത് 6 ബെഡാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഒരു ചൈനീസും അതുപോലെ തന്നെ
ഒരു ജാപ്പനീസ് കപ്പിൾസും ആയിരുന്നു. അപ്പോൾ അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. നമ്മൾ വന്ന സമയത്ത് നമുക്ക് മുമ്പേ എത്തി അവർ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഭയങ്കര ഫ്രണ്ട്ലി ടേംസിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഇതിൽ വിൻഡോയിൽ കൂടെ പുറത്തോട്ട് നോക്കുമ്പോൾ ലേക്ക് ബ്രെയിൻസിൻ്റെ കാഴ്ച അതിമനോഹരമായിട്ട് കാണാമായിരുന്നു. ഇന്ന് അതിരാവിലെ എണീറ്റ് ഒരു ലോങ് ജേർണി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം.